ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ള കർക്കിടക മരുന്നിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മിക്ക ആൾക്കാരും കർക്കിടകത്തിൽ ഈ ഒരു മരുന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മിക്കവാറും ആൾക്കാർക്ക് ഈ ഒരു മരുന്ന് ഉണ്ടാക്കാൻ അറിയില്ല. കർക്കിടകത്തിൽ മാത്രമല്ല, ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മരുന്ന് തന്നെയാണ് കഴിക്കാറ്. ഇത് നടുവേദന കുറയ്ക്കാനും നടുവിനൊക്കെ ബലം കിട്ടാനൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പേശികൾക്കൊക്കെ ബലം കൂട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് അമ്മയാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സമയമെടുക്കും ഇത് ഈ ഒരു മരുന്നിൻ്റെ പരുവത്തിലാകാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കർക്കിടക മരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മരുന്നുണ്ടാക്കാൻ വേണ്ട മരുന്ന് പൊടിയാണിത്. ഇത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ ചോദിച്ചാൽ കിട്ടും. പിന്നെ വേണ്ടത് കുറേ തേങ്ങാപ്പാൽ വേണം. ബദാം കുതിർത്തത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ എള്ളും ഉണ്ട്. മധുരത്തിനായിട്ട് ശർക്കര വേണം. പിന്നെ നെയ്യും നല്ലെണ്ണയും രണ്ടും ഉപയോഗിച്ചാണ് ഈ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന എള്ളും ബദാമൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതുപോലെ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് കൂവപ്പൊടി കലക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരിയും കുറച്ച് കൽക്കണ്ടവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കൽക്കണ്ടവും ഉണക്കമുന്തിരി